ഈ ബുക്ക് ഏതാണെന്നല്ലേ? ആത്മകഥയാണ്. നമ്മുടെ മഹാത്മാഗാന്ധിയുടെ എൻ്റെ സത്യാന്വേഷണ പരീക്ഷണങ്ങൾ. സത്യത്തിൽ ഈ ബുക്കിൻ്റെ ഒരു പേജ് പോലും ഞാൻ വായിച്ചിട്ടില്ല. വായന പൊതുവേ എനിക്ക് താല്പര്യമില്ലാത്തൊരു കാര്യമാണ്. എന്നിട്ടും ഞാൻ ഈ ബുക്ക് വാങ്ങിയത് ഒരു സിനിമ കണ്ടിട്ടാണ്. ആ സിനിമയോടും അതിലെ കഥാപാത്രങ്ങളോടും അതിൽ അഭിനയിച്ച ആർട്ടിസ്റ്റുകളോടും അതിൻ്റെ ഡയറക്ടറോടും ഭയങ്കരമായിട്ട് ഇഷ്ടം തോന്നിയിട്ട് വാങ്ങിച്ചതാണ്. ആ സിനിമ ഏതാണെന്നല്ലേ? 2013 റിലീസായ സത്യനന്ദിക്കാട് സാർ സംവിധാനം ചെയ്ത അമല പോളും ഫഹദ് ഫാസിലും തകർത്തഭിനയിച്ച സിനിമ ഏതാണെന്ന് മനസ്സിലായിരുന്നു? ഒരു ഇന്ത്യൻ പ്രണയകഥ. ആ സിനിമയിലെ ക്ലൈമാക്സിലൊരു സീനുണ്ട്, എയർപോർട്ടിൽ വെച്ചിട്ട്. ജനങ്ങൾക്ക് വേണ്ടി ജീവിക്കാൻ തീരുമാനിച്ച ഒരാൾക്ക് ഞാനൊരു ഗിഫ്റ്റ് തരട്ടെ. ആക്ച്വലി ഗിഫ്റ്റ് അല്ല, ഇത് ഓർമ്മപ്പെടുത്തലാണ്. നിങ്ങൾ ഈ കതറിട്ട ആളുകൾ മറന്നുപോയ ഒരാളെ പറ്റി ഒരു റിമൈൻഡർ. ഇറ്റ്സ് നോട്ട് ഔട്ട്ഡേറ്റഡ്, ഒരു റെഫറൻസാണ്. വായിക്കണം. വായനശീലം നല്ലതാണ്. നമ്മൾ വായിക്കുന്നതിലൂടെ നമ്മളത് വിഷ്വലൈസ് ചെയ്യുന്നു. അത് ഓരോ ആളുകളും അവരവരുടെ ചിന്താഗതി അനുസരിച്ചാണ് വിഷ്വലൈസ് ചെയ്യുന്നത്. എനിക്ക് പേഴ്സണലി വായന അത്ര താല്പര്യമില്ല, അത്രേ ഉള്ളൂ. എൻ്റെ വിദ്യാഭ്യാസം കഴിഞ്ഞിട്ടാണ് ഞങ്ങളുടെ വീട്ടിൽ കറണ്ട് കിട്ടുന്നത്. അതിനുശേഷമാണ് ടി വി വാങ്ങിക്കുന്നത്. അതുവരെയുള്ള ആകെ ഒരു എൻ്റർടൈൻമെൻ്റ് എന്ന് പറഞ്ഞാൽ റേഡിയോ ആണ്. പക്ഷെ സത്യം പറയാലോ, ആ സമയത്തൊക്കെ പക്ഷെ ഭയങ്കര മെമ്മറിയായിരുന്നു. കാരണം നമുക്കൊരു പാട്ട് കേട്ട് കഴിഞ്ഞാൽ അത് ഏത് മൂവിയിലെ ആണെന്നുള്ളത് നമുക്ക് പെട്ടെന്ന് ക്യാച്ച് ചെയ്തെടുക്കാൻ പറ്റും. പഠിക്കുന്ന കാര്യമല്ല, പഠിക്കാത്തതുകൊണ്ട് എനിക്ക് ഓർമ്മയില്ല, അതാണ് സത്യം. പക്ഷെ നമ്മൾ പാട്ടൊക്കെ കേട്ട് കഴിഞ്ഞാൽ പെട്ടെന്ന് നമുക്കത് ക്യാച്ച് ചെയ്തെടുക്കാൻ പറ്റും. പക്ഷെ നമുക്ക് ടി വിയിലേക്ക് മാറിക്കഴിഞ്ഞപ്പോഴത്തേക്ക് നമ്മളുടെ ആ ഒരു മെമ്മറിയുടെ കപ്പാസിറ്റി കുറഞ്ഞു. അതോ എനിക്ക് സ്റ്റുഡൻസിൽ നിന്നും പ്രായം കൂടിയത് കൊണ്ടാണോ എന്നെനിക്കറിയില്ല. ഇതിനേക്കാൾ മെമ്മറി വായനയിലുണ്ട്, കേൾവിയിലുണ്ട്. അതുകൊണ്ട് നിങ്ങൾ വായിച്ചു പഠിക്കും. ടേക്ക് കെയർ. ബൈ ബൈ.